യായുവിനോട് ഞങ്ങൾ വാഴ 2 ഹാഷിലിടുന്ന ഒരു സൗണ്ട് ഉണ്ട് കാമുകീനെ വളയ്ക്കാൻ. യായു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കേൾപ്പിക്കും. അതൊന്ന് കേൾപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോയും കൂടെ കണ്ടപ്പോൾ യായു ഭയങ്കര ജാട. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് തീക്കോയിന്നാണ് ജോലിക്ക് പോകുന്നത്. സോ അമ്മ കൂടെ ഉണ്ട്. രാവിലെ തന്നെ വണ്ടിക്ക് ഒരു ചെറിയ വൈക്ലബ്യം. കിക്കർ അടിച്ചിട്ട് ഒന്നും സ്റ്റാർട്ട് ആകുന്നില്ല. കിക്കർ അടി പതിവില്ലാത്തതുകൊണ്ട് തന്നെ കിക്കർ അടിച്ചാൽ ഒരു പഴം മൂടാണ്. എന്നാലും 1-2 വട്ടം കിക്കർ അടിച്ച് കഴിഞ്ഞിട്ട് സെൽഫ് അടിച്ചാൽ സ്റ്റാർട്ട് ആകാറുണ്ട്. യായുവിനെ കൊണ്ട് രാവിലെ തന്നെ ഒരു റൗണ്ട് അടിക്കാതെ എനിക്കും അമ്മൂനും പോകാനുള്ള അനുവാദം ഇല്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ രാവിലെ എല്ലാം അങ്ങ് സ്മൂത്ത് ആയിട്ട് നടക്കണ്ട, എന്റെ വക ഇരിക്കട്ടെ, നിനക്കിട്ടൊരു വള്ളിക്കെട്ടെന്നുള്ള മട്ടില്ല. ലാസ്റ്റ് ഇപ്പൊ ഞങ്ങളോട് എല്ലാവരോടും പിണങ്ങിയിട്ട് യായു ഒറ്റയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോവാണ്. പിന്നെ അമ്മൂനെയും കൂട്ടി നേരെ പാലായിക്ക്. ക്ലാസിന്റെ താഴെ അമ്മൂനെയും ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ബ്രാഞ്ചിൽ ചെന്നപ്പോൾ ഇന്ന് ഞാനാണ് നേരത്തെ. അധികം വൈകാതെ തന്നെ ഷെബിൻ വന്നു. ഇന്ന് കേരളം മൊത്തം ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം. ഞാനിപ്പോൾ ഒരു ബസ് വെയിറ്റ് ചെയ്തുള്ള നിപ്പാണ്. രാവിലെ ക്ലാസ്സിന് പോകുന്ന വഴിക്ക് എന്റെ പവർ ബാങ്ക് ഒരാൾ ഇസ്കിക്കൊണ്ട് പോയി. അത് എപ്പോഴും ഉള്ളതാ. പവർ ബാങ്ക് മേടിച്ചുകൊണ്ട് പോയാൽ തരാൻ മാത്രം മറന്നു. ഭാഗ്യത്തിന് പുള്ളി ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ബസ്സിന് ബ്രാഞ്ചിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും സാധനം കിട്ടി. പിന്നെ പതിവ് പോലെ നമ്മുടെ കഞ്ഞിക്കട വന്നു. നല്ല പയറും അച്ചാറും മുള്ളംകുറിച്ചിയും എല്ലാം കൂടെ കൂട്ടിച്ചിട്ട് രസം ഒഴിച്ച് ഒരു തട്ടങ്ങ് തട്ടി വയർ ഫുള്ളാക്കി. പാലായിൽ ഇലക്ഷന് ജയിച്ചതിന്റെ ആഘോഷത്തിലാണ് KSUക്കാര്. നമ്മുടെ ബ്രാഞ്ചിന്റെ തൊട്ട് താഴെയായിരുന്നു ആഘോഷങ്ങളുടെ എല്ലാം തുടക്കം. ഇടയ്ക്ക് മാനസികാപ്പന് ഇതുവഴി ടാറ്റയൊക്കെ കൊടുത്തങ്ങ് പോയി. ഇപ്പൊ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഒരു സോളോ അടിച്ച് ബ്രാഞ്ചിൽ നിൽക്കുക. ജോലിയുടെ ഒരു ഭാഗമായിട്ട് ഷെബിൻ ഒരിടം വരെ പോയേക്കോ. അതേപോലെ പോലെ വൈകുന്നേരം ആയപ്പോൾ നല്ല ഇടിയും മഴയും. മഴ വലിയ സീനില്ല, പക്ഷെ ഇടി എനിക്ക് പേടിയാണ്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് നാളെ EMI പോകാനുള്ള കുറച്ച് ക്യാഷ് CDM-ൽ ഇടാനുണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2 നോട്ട് CDM-ൽ എടുത്തുമില്ല. അതിനുശേഷം നേരെ ഈ ഒരു കൂട്ടുകാരന്റെ കട വന്ന് ഇവന്റെ ക്യാഷും കൊടുത്തിട്ട് ഇതൊന്ന് അക്കൗണ്ടിലാക്കി തരണമെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് ഇലക്ഷനൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 100 കഥകളായിരുന്നു പറയാൻ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഫോളോ. ബൈ.